ഞാൻ പ്രഭാവർമ്മ. ഞാൻ എഴുതിയ പുതിയ കാവ്യ സമാഹാരമാണിത്. ഒറ്റിക്കൊടുത്താലും എന്നെ എൻ സ്നേഹമേ എന്നതാണ് ഈ പുസ്തകത്തിൻ്റെ പേര്. ചൊല്ലണം. തൊട്ടു കുളിച്ചു നീരണി രാവിലെ തങ്കപ്പൂനിലാവു പോൽ നീ എന്നരികത്തിരുന്നപ്പോൾ. ചോദ്യം സാർ, ഇത് ഇത്രയും കവിതാ സമാഹാരം എത്ര വർഷം കൊണ്ട് എഴുതി സാർ? കഴിഞ്ഞ 2 വർഷങ്ങൾക്കുള്ളിൽ ഞാൻ എഴുതിയ കവിതകളുടെ സമാഹാരമാണ് ഈ പുസ്തകത്തിലുള്ളത്. ഒറ്റിക്കൊടുത്താലും എന്നെ എൻ സ്നേഹമേ എന്നാണ് ഈ കവിതയ്ക്ക് തല. വിഖ്യാത കവിയും ഇന്ത്യൻ പാർലമെൻറ്റിലെ വ്യത്യസ്ത ശബ്ദവുമായ ശ്രീമതി കനിമൊഴി കരുണാനിധിയാകുകയായിരിക്കുകയാണ്. സ്റ്റേജിലേക്ക് മഹതിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഐ ഇൻവൈറ്റ് അക്കാദമി ജേതാവും അവാർഡ് ജേതാവും ശ്രീ എസ് മഹാദേവൻ. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരെയും, മാധ്യമപ്രവർത്തകർ, സുഹൃത്തുക്കൾ, സഹചാരികൾ, എല്ലാ ആളുകളെയും ഞാൻ ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തി. I would like to thank Srimati Kanimozhi Karunanidhi profusely. വേദിട്ടു കുളിച്ചു നീരണി രാവിലെ തങ്കപ്പൂനിലാവു പോൽ നീ എന്നരികത്തിരുന്നപ്പോൾ നിൻ മടിത്തട്ടിൽ മണം നാൽപ്പാമരവും ലവംഗവും കലരും കാച്ചെണ്ണ തൻ സുഗന്ധം നിൻ കാർമുടിച്ചുരുളിൽ നിന്നോ. പുതിയ പുസ്തകം പ്രകാശനം ചെയ്യപ്പെടുന്ന സന്ദർഭത്തിൽ ആ പരിപാടിയിൽ പങ്കെടുക്കുന്നത് എപ്പോഴും സന്തോഷകരമായ ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും ശ്രീ പ്രഭാവർമ്മ അവர்களுം ഞാനും തമ്മിലുള്ള വ്യക്തിപരമായ സ്നേഹബന്ധം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം പ്രകാശനം ചെയ്യുമ്പോൾ ആ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുകയാണ്. வணக்கம். இங்கிலீஷில் பேசணுமா தமிழில் பேசணுமா? தமிழ் எல்லாருக்கும் தமிழ் வரும். புரியும் புரியும். മനസ്സിലാവും. ഓക്കെ ഓക്കെ മിക്സ് ഇംഗ്ലീഷ് ആൻഡ് തമിഴ്. ശരി. It's always a pleasure to be in Kerala and a greater pleasure to be in an art festival or a poetry festival or a literary festival in Kerala, because nowhere else will you see the hall filled, all the chairs filled and people standing behind. Only in Kerala, when in a poetry book release, that you see so many people who are interested, involved, and especially when you see so many young people coming to these programs, you always have hope and faith that your literature, your language, in spite of whatever people try, will live on. சொல்லலாம், பிடிக்காதவர்கள் கிட்ட சொல்லலாம், ஆனால் கோவத்தில் சொல்லலாம், ஆனால்
யாருமே என் அன்பே என்னை நீ வந்து முதுகில் குத்து, என்னை வந்து பிட்ரே பண்ண அப்படின்னு கற்றுக்கொள்வது தான் கவிதை. அதை வந்து என்னோட எக்ஸ்பீரியன்ஸை உங்ககிட்ட ஷேர் பண்ணுறது தான். அது ஃபிக்ஷனாக இருக்கட்டும், லிட்ரேச்சராக இருக்கட்டும், கவிதையாக இருக்கட்டும், அது ஏதோ ஒரு இடத்துல என்னை எப்படி பாதிச்சிருக்கு அப்படிங்கிறத நான் உங்ககிட்ட பகிர்ந்து கொள்ளக்கூடிய அந்த பகிர்தல் தான் இலக்கியம் இல்லையா? அப்படிப்பட்ட அந்த ஒரு இலக்கியத்தை படைத்திருக்கக்கூடிய ஒரு படைப்பாளி. எனக்கு ரொம்ப கேரளாவில் இன்னும் அதிகமாக பிடிச்ச இன்னும் ஒரு விஷயம் என்னென்னா, மாடர்ன் போய்ட்ரியும் அதே போல் கிளாசிக்கல் போய்ட்ரியும் சொல்லக்கூடிய கொஞ்சம் பழங்காலத்தில் எழுதி கொண்டிருந்த அந்த கவிதை நடையும் இன்னைக்கும் ஒருங்கிணைந்து ஒரே மேடையிலே அந்த இரண்டும் இருக்கக்கூடிய வாய்ப்பு இருக்குன்னா அது கேரளாவில் தான். யூ ஆர் ஏபிள் டு ஒர்க் டுகெதர். போயட்ஸ் வந்து அந்த ஒரு மரபு சார்ந்த கவிதை எழுதக்கூடிய கவிஞர்களும் மாடர்ன் லிட்ரேச்சர் போயட்ரியும் சொல்லக்கூடிய ஒரு புது கவிதைகளை எழுதக்கூடியவர்களும் இணைந்து The video is going on. Okay. please. പിന്നെ സാറ് ഇതിൻ്റെ ബ്രോഷറിൽ കവി എന്ന് വെച്ചിട്ടുണ്ട്. ചിലരെങ്കിലും എന്നോട് ചോദിച്ചു അതെന്താ കവി എന്ന് ചോദിച്ചു. അപ്പോൾ കുറച്ച് ഇംഗ്ലീഷ് കവിതകളൊക്കെ എഴുതിയിട്ടുണ്ട്. സാർ അത് വായിച്ചിട്ടുമുണ്ട്. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണെന്ന് തോന്നുന്നു അങ്ങനെ വയ്ക്കാൻ ഒരു കാരണം. അതായത് എനിക്ക് 50-ാം വാർഷികത്തിൻ്റെ ഭാഗമായിട്ട് സുവർണ പുസ്തക പരമ്പരയിൽ ക്യൂറേറ്റ് ചെയ്ത 50 പുസ്തകങ്ങളൊന്നാണ് ഇന്നിവിടെ പ്രസിദ്ധീകരിച്ച് ഒറ്റിക്കൊടുത്താലും എന്നെ സ്നേഹമേ. തീർച്ചയായിട്ടും പ്രഭാവസാറിൻ്റെ കവിതയെപ്പറ്റി കൂടുതൽ പറയാൻ ആളല്ല, എങ്കിലും പരമ്പരാഗത രീതിയിൽ നിന്നുകൊണ്ട് തന്നെ സമകാലിക കവിതയ്ക്കൊരു പുതിയ മുഖം കൊടുക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് പ്രഭാവ സാർ. അദ്ദേഹത്തിൻ്റെ ശ്യാമമാധവൻ തുടങ്ങിയ ഏത് കവിത എന്ന് ചോദിച്ചാൽ കാലത്തെ കടന്നു നിൽക്കുന്നവനാണ് എന്നാണ് ഭാരതീയ ആലങ്കാരികന്മാർ എപ്പോഴും വിശ്വസിക്കുന്നത്. കവിയെ സ്രഷ്ടാവിന് തുല്യമായൊരു സ്ഥാനം നൽകി ആദരിക്കുന്നൊരു പാരമ്പര്യം ആർഷ പാരമ്പര്യത്തിൽ മാത്രമല്ല ലോകത്തെല്ലായിടത്തും ഉണ്ട്. ഇവിടെ എൻ്റെ കവിതയെ ചൊല്ലി കേട്ടപ്പോൾ, എൻ്റെ കവിതയെക്കുറിച്ച് നല്ല വാക്കുകളൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു പശ്ചാത്തലചിന്തയിലായിരുന്നു. ഞാൻ എഴുതി തുടങ്ങിയിട്ട് ഏതാണ്ട് നൂറ്റാണ്ടാവുകയായി. ഇത്തരം ഒരു ഘട്ടത്തിൽ മുമ്പൊരു കവി ഈ കഴിഞ്ഞ ഘട്ടങ്ങളിലേക്കൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കിക്കൊണ്ടൊരു കവിത എഴുതിയിട്ടുണ്ട്. VKG എന്നറിയപ്പെടുന്ന VK ഗോവിന്ദൻ നായരാണ്. അദ്ദേഹം ഇങ്ങനെ എഴുതി: നൂറ്റാണ്ടിൽ പാതിയോളം പകലിരവും അഹങ്കാര ചർക്കയ്ക്കുമേലേ നൂറ്റേൻഹ പാപനൂലിനിഴകൾ അത് കൃപാലോല ഞാൻ നെയ്തെടുത്തു ചുറ്റിക്കാണുന്നൊരീ ജീവിതവസനം ഉപേക്ഷിച്ച് നിൻ കാൽ തുടയ്ക്കാൻ പറ്റിയിടും തോർത്തുമുണ്ടൊന്നിവൻ വിരചിച്ചിടുവാൻ നേരമുണ്ടോ എന്നാണ് ആ ശ്ലോകം. അതായത് ഇത്രയും സമയം ഞാൻ അപേക്ഷിച്ചിട്ട് സഖരയിലെ ഉപേന്ദ്രത്തിലെ അല്ലെങ്കിൽ ദണ്ഡകത്തിൻ്റെ രീതിയിലൊക്കെ കവിത എഴുതിയാൽ ആരെങ്കിലും വായിക്കും. എനിക്ക് ഗദ്യം പ്രകാശന ചടങ്ങിലേക്ക് ശ്രീമതി കനിമൊഴി വന്നു. അത് വലിയ ഒരു കാര്യമായി തന്നെ ഞാൻ കരുതുകയാണ്. ഒരു പാർലമെൻറ്റ് മെമ്പറാണ്. പക്ഷേ മെമ്പർ ഓഫ് പാർലമെൻറ്റ് എന്നൊരു കപ്പാസിറ്റിയിലല്ല അവരെ ക്ഷണിച്ചത്. അത് അവർക്ക് തന്നെ അറിയുകയും ചെയ്യാം. മെമ്പർ ഓഫ് പാർലമെൻറ്റ് എന്ന് പറയാവുന്ന ഒരുപാട് പേരുണ്ട്. അവരെയൊന്നും നമ്മൾ ക്ഷണിച്ചിട്ടില്ല. അവർ ഷീസ് എ പോയറ്റ് ഓഫ് എമിനൻസ്, നല്ല ഒരു കവിയാണ്. അതുകൊണ്ട് അവരാവട്ടെ ഈ കൃതി പ്രകാശനം ചെയ്യുന്നത് എന്ന് കരുതി അവർ വളരെ നല്ല രീതിയിൽ നിർവഹിച്ചു. ഈ പുസ്തകം ഏറ്റുവാങ്ങുന്നത് ഡോക്ടർ രാജശ്രീ വാര്യർ ആയാൽ കൊള്ളാം എന്നെനിക്ക് ആഗ്രഹം.
പഴയ പടങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടോ? ശ്രീമാൻ പ്രഭാവർമ്മ രചിച്ച കവിതാ സമാഹാരമായ ഒറ്റുകൊടുത്താലും എന്നെ സ്നേഹമൻ സ്നേഹമേ എന്ന കവിതാ സമാഹാരത്തിലെ നീല എന്ന കവിത. ഓർമ്മതൻ വെട്ടത്തിനെ കാലവും ഇളം നീല നിറമാകുവാനെന്തു കാരണം? ഓർമ്മതൻ വെട്ടത്തിനെ കാലവും ഇളം നീല നിറമാകുവാനെന്തു കാരണം? കത്തുന്ന വെള്ളി വെളിച്ചമായാലൊക്കെ വ്യക്തമാമിന്നെന്ന പോൽ ഓർമ്മയിന്നുമേ. ഇന്നിൻ്റെ എല്ലതു പോയ കാലത്തിനു സ്വന്തമാം ആകയാലാവണം നീലിമ. ഇന്നിൻ്റെ എല്ലതു പോയ കാലത്തിനു സ്വന്തമാം ആകയാലാവണം നീലിമ. നീലിമ വെളിച്ചം മങ്ങിയാലുളവാകും നിറം ഇന്നു മങ്ങിയാലിന്നലെ. ഇങ്ങനെ നമ്പർ ബുക്കായി